കുഞ്ഞച്ചനേക്കാട്ടിലും വലിയ കഥാപാത്രം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആര് തന്നാലും ഞാൻ ചെയ്യും. അതിന് യാതൊരു സംശയമുണ്ട്. മമ്മൂട്ടിയുടെയൊക്കെ തന്തയായിട്ട് അഭിനയിച്ച കൊള്ളാൻ വലിയ ആഗ്രഹം, സത്യം. ആ വീട്ടുകൾ ഞാൻ കിടക്കും. അതിന് യാതൊരു സംശയം വേണം. ലാലിന്റെ തന്തയായിട്ട് വീട്ടുകാരും കിടക്കും. അത് അങ്ങനെയുള്ള കഥാപാത്രം വരുന്നില്ല, നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. കിട്ടട്ടെ. അല്ല, ഈ ആക്ഷൻ എന്ന് പറഞ്ഞാല് അതിനകത്ത് ഈ ആക്ഷൻ വരുന്ന ഒരു രീതിയുണ്ട്. അല്ല, ചുമ്മാ റോഡിൽ കൂടെ പോകുന്നവരെ പിടിച്ച് തല്ലുകയല്ല, അതല്ല ആക്ഷൻ അതിനകത്ത് വരുന്നത്. നമ്മൾ ക്യാരക്ടറായിട്ട് വന്ന് ആ കഥയിൽ കൂടി തന്നെ ഇതിനുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ അഭിനയ ഭാവത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ആക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ അതിനകത്ത് അഭിനയിക്കാനുള്ളതുണ്ട്. എന്താ പറഞ്ഞാൽ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം പോലുള്ള ഒരു പെർഫോമൻസ് കാണിക്കാനുള്ള ഒരു സിറ്റുവേഷനല്ല ഈ സിനിമ. തീർച്ചയായിട്ടും അതേപോലെ കഥ വരികയാണ്, അതുപോലെ സിറ്റുവേഷൻസ് വരികയാണെന്ന് ഇനിയുള്ള അങ്ങോട്ടുള്ളത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ ന്യൂജൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഈ വളർന്നു വരുന്ന ന്യൂജനിലെ ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിനയം വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ അങ്ങനൊരു കഴിവ് ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്ന് 1-2 പടം കഴിയുമ്പോഴത്തേക്ക് അവരൊക്കെ മറിഞ്ഞു പോവുകയാണ്. അതുപോലുള്ള ഡയറക്ടേഴ്സ്, അതുപോലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവരൊക്കെ വരണം. കാരണം ഇപ്പം നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വരുന്നത് അങ്ങനെയുള്ള ഒരു ഇത്ര ഡീപ്പായിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളത്. അവർ വന്നു 2 ദിവസം കഴിഞ്ഞ് കോടി ലക്ഷം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ബിസിനസ് എടുത്ത്, പ്രൊഡ്യൂസർ ബിസിനസ് എടുത്ത് ഒരു കാശുണ്ടാക്കിയത് പോകുന്നതല്ലാതെ ഇങ്ങനൊരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനും അത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനും ആരും ഇപ്പം ശ്രമിക്കുന്നില്ല. ആ ശ്രമം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും കുഞ്ഞച്ചനേക്കാട്ടിലും വലിയ കഥാപാത്രം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആര് തന്നാലും ഞാൻ ചെയ്യും. അതിന് യാതൊരു സംശയമുണ്ട്. ഞാൻ ഒരിക്കലും ആരാണ്ട് അടുത്ത് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ അത് വലിയ പബ്ലിസിറ്റി ആയില്ല. മമ്മൂട്ടിയുടെയൊക്കെ തന്തയായിട്ട് അഭിനയിച്ച കൊള്ളാൻ വലിയ ആഗ്രഹം, സത്യം. ആ വീട്ടുകൾ ഞാൻ കിടക്കും. അതിന് യാതൊരു സംശയം വേണം. ലാലിന്റെ തന്തയായിട്ട് വീട്ടുകാരും കിടക്കും. അത് അങ്ങനെയുള്ള കഥാപാത്രം വരുന്നില്ല, നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. കിട്ടട്ടെ. കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. അതിന് യാതൊരു പേടിയില്ല. അത് ഏത് കഥാപാത്രം വേണേലും ചെയ്യാൻ തയ്യാറാണ്. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. മീഡിയ ആൾക്കാർ വന്നതും എന്നോട് പല ആൾക്കാരും പല ചോദ്യങ്ങൾ ചോദിച്ചതും നല്ല രസകരമായ ചോദ്യങ്ങളും എന്നെ കഴിയുന്ന മറുപടികളും ഞാൻ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളത് വേണം. ഈ പടത്തിൻ്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങളാണ്, മീഡിയക്കാരാണ് ഈ പബ്ലിസിറ്റീസിൻ്റെ ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ. ഈ സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്തായാലും നിങ്ങളുടെ ഒരു ഹൈക്കാണ് വേണ്ടത്. അത് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതല്ല നമുക്ക്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ ഒരു പ്രത്യേകത അത് നിങ്ങളും കൂടിയാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് അതേപോലെ തന്നെ വരട്ടെ, സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ പടം ഇതാണ് ഇതിൻ്റെ ഓഡിയോ ടൈറ്റിൽ ലോഞ്ച് ഇതാണ്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും വളരെ സന്തോഷം. ഇവിടെ വന്നിട്ട് ഇത്രയും നേരം സമയം മെനക്കെടുത്തതിലും ഞങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഏകദേശം ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഉള്ളവരെ തീർന്നില്ലേ? സീനെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് കാരണം അപ്പോൾ അത് മിക്കവാറും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ ഏറ്റവും അപേക്ഷയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രോഗ്രാമുകൾ തീർന്നിരിക്കുന്നു. ഇവിടെ വിളക്ക് എത്തിക്കാനുള്ള ചടങ്ങ് വെളിയിൽ ചെയ്തു. ഇത് നേരത്തെ വിഷ്ണു പറഞ്ഞായിരുന്നു. കാരണം മറ്റേ വെള്ളിക്ക് പോകാനുള്ള ഒരു ധൃതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് 2 വാക്ക് പറയിപ്പിച്ച് അദ്ദേഹത്തെ അങ്ങ് വിട്ടുകൊള്ളുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള സമയത്തൊക്കെ ഇവിടെ പിടിച്ചിരുത്തുന്നതാണ്. അദ്ദേഹം സമയമില്ലാത്ത. പിന്നെ എൻ്റെ രാധാകൃഷ്ണൻ പോയാ മോൻ്റെ മരുമോനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുവിധമുള്ള റിലേറ്റീവ്സും ഫ്രണ്ട്സുകളും എല്ലാം വിളിച്ചിട്ടുണ്ട്. പിന്നെ വിനയൻ മൈനി അദ്ദേഹം വന്നിട്ടുണ്ട്. രാജീവ് എത്തിയിട്ടുണ്ട്. രാജീവിൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞ് 28-ാം തീയതി ഇല്ല. രാജീവിൻ്റെ മാമൻ വന്നില്ലേ? വരികയല്ല, എനിക്കറിയാൻ പറ്റത്തില്ല. നിങ്ങൾ തലവിലേക്ക് പോരാ. അതെന്താ അതാ ഞാൻ മാമനാ മകനെന്ന് ചോദിച്ചത്. അത് ശരി. ഓക്കെ.
അല്ല അതാ പറഞ്ഞത്, നമ്മൾ ബന്ധമുള്ളവരാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാണെങ്കിലും എല്ലാവരും വന്നു, വളരെ സന്തോഷമുണ്ട്. എന്തായാലും പ്രോഗ്രാം അല്ലേ കഴിഞ്ഞില്ലേ പ്രോഗ്രാം? ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.